പ്രൈസ് ഗാഡ്. നമ്മളിൽ പലരുടെയും അമ്മമാർ നമ്മളെ സ്വയം സ്നേഹിക്കാൻ പഠിപ്പിച്ചിട്ടില്ല, ശരിയല്ലേ? കാരണം അവരെയും അതാരും പഠിപ്പിച്ചിട്ടില്ല. അവരാകെ പഠിച്ചിട്ടുള്ളത് എന്താണെന്നറിയോ? വീട്ടിലെല്ലാവരും എത്തുന്നതിന് മുമ്പ് വീടൊക്കെ വൃത്തിയാക്കി വെക്കണം. അതവളെ പഠിപ്പിച്ചിട്ടുണ്ട്. എത്ര സങ്കടം വന്നാലും എത്ര വിഷമം വന്നാലും ചിരിച്ചുകൊണ്ട് പ്രവർത്തിക്കണം. വീട്ടിൽ ഭക്ഷണമില്ലെങ്കിലും വരുന്നവൻ അല്ലെങ്കിൽ വീട്ടിലുള്ളവർക്ക് വയറ് നിറച്ച് ഭക്ഷണം കൊടുക്കണം. സ്നേഹം എന്നതൊരു ത്യാഗമായിട്ടാണ് അവർ വിശ്വസിച്ചിരുന്നത്. കുട്ടികൾക്ക് ശേഷം, ഭർത്താവിന് ശേഷം, വീട്ടുകാർക്ക് ശേഷം, എല്ലാം ശേഷം മാത്രമേ എൻ്റെ കാര്യം നോക്കാവൂ എന്ന് അവൾ വിചാരിച്ചു. കാരണം അതാണ് ശരി. പക്ഷെ അവൾ തെറ്റ് ചെയ്തിട്ടില്ല. അവൾ പഠിപ്പിച്ചത് അങ്ങനെയാണ്, അവൾ ജീവിച്ചത് അങ്ങനെയാണ്. അവൾക്ക് അത്രേ ആവശ്യമുണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇന്ന് നിനക്ക് നിൻ്റെ ഇഷ്ടങ്ങൾ പോലും എന്താണെന്നറിയില്ല. നിനക്ക് സന്തോഷം തരുന്ന സംവിധാനങ്ങളോ സംഗതികൾ എന്താണെന്ന് നിനക്കറിയില്ല. എന്താണ് ഇഷ്ടമുള്ളതെന്ന് ചോദിച്ചാൽ ഒരു പതർച്ചയാണ്. കാരണം വർഷങ്ങളായി മറ്റുള്ളവരുടെ മാത്രം സന്തോഷം അന്വേഷിച്ച് എനിക്ക് വേണ്ടത് എന്താണെന്നോ നമുക്ക് വേണ്ടത് എന്താണെന്നോ അവൾ മറന്നു. നമ്മെ സ്നേഹിക്കുക എന്ന് പറയുന്നത് സ്വാർത്ഥതയല്ല. ദൈവം നമുക്ക് നൽകിയ ആ ജീവിതം സ്നേഹിക്കാനും സ്വയമേ സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും കൂടിയുള്ളതാണ്. ആ സ്നേഹത്തെ നമ്മൾ ആദരിക്കുക. നമ്മൾ സ്നേഹിക്കാൻ, നമ്മളെ തന്നെ സ്നേഹിക്കാൻ നമ്മൾ പരിശ്രമിക്കുക. നമ്മളെ സ്നേഹിക്കുമ്പോഴാണ് നമ്മളുടെ വചനവർണ്ണം ദൈവം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. നിന്നെ സ്നേഹിക്കുന്നത് പോലെ നിൻ്റെ അയൽക്കാരനെയും നിനക്ക് സ്നേഹിക്കാം. നമുക്ക് സ്നേഹമുണ്ടെങ്കിലേ നമ്മുടെ അയൽക്കാരനെയും നമുക്ക് സ്നേഹിക്കാൻ പറ്റുള്ളൂ. സ്തുതിയായിരിക്കട്ടെ.